അങ്ങോട്ട് വെക്കാം അങ്ങോട്ട് വെക്കി അതിപ്പോ തള്ളിയിടും ആ വാവിന്റെ കൈ കൊടുക്കട്ടെ ആ അല്ല എന്റെ ഫ്രണ്ട് സക്കറിയുടെ ബേക്കറിന്നാ എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ആണല്ലോ വരൂന്ന് പറഞ്ഞേ അന്നേ എല്ലാം മേടിച്ചൊക്കെ വെച്ചു. ഞാൻ കഴിക്കാറില്ല. പിന്നെ ഞാനാണ് പെൺകുട്ടിയുടെ അച്ഛൻ. എന്റെ പേര് ശീതളൻ, അറിയാലോ അത്. പിന്നെ ഇത് എന്റെ മൂത്ത അളിയനാണ്, എന്റെ ഭാര്യയുടെ ഇത് എന്റെ മകൻ. ഞാനിപ്പോ ഈ വീട്ടിലെ മുത്തച്ഛൻ ഇവരുടെയൊക്കെ പറയാം. എന്റെ മകളുടെ കുട്ടി ഇത്, ഇവളുടെ ഭർത്താവാണിത്, മന്മഥൻ. ഇത് കൊച്ചുമോനാണ്. കാരണമുള്ളപ്പോ ഇവിടെ വരാനൊക്കെ കാരണമായത് പെണ്ണും ചെക്കനും തമ്മിൽ പ്രേമായ സ്ഥിതിക്ക് ഇനിയിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എതിര് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് എങ്ങനെയൊക്കെയാണ് ഇത് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് നോക്കുക, എന്നിട്ട് അങ്ങോട്ട് നടത്തി കൊടുക്കുക. ഇപ്പൊ ആ പെണ്ണിനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ഈ ചക്കൻ കെട്ടി തൂങ്ങി ചാവുന്ന പറയണേ ചുംബൻ. അല്ല അപ്പൂപ്പൻ ചുംബൻ എന്ന് ഉദ്ദേശിച്ചതേ ഈ പ്രകാശം പരത്തുന്നവനാണല്ലോ മലയാളത്തിൽ അർത്ഥം. അപ്പൂപ്പൻ പൊട്ടരുത് തന്നെയാണ് ഉദ്ദേശിച്ചത്. എന്തിനു നിങ്ങളാണ് സത്യത്തില് ഞങ്ങൾക്ക് ഇതിന് വലിയ താല്പര്യമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. പറഞ്ഞ പോലെ ഇനിയിപ്പോ കുട്ടികളുടെ ഒരു കാര്യം ഇപ്പോഴത്തെ കാലല്ലേ, അങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പൊ പിന്നെ കാര്യത്തിലേക്ക് അങ്ങോട്ട് കടക്കായിരുന്നു. ഞാൻ അത് കഴിക്കാറില്ല. പറഞ്ഞു വരുമ്പോ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഇപ്പൊ എങ്ങനെയൊക്കെയാണ് അത് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാ കൊച്ചി രാജാവ് കേട്ടിട്ടില്ലേ? കൊച്ചി രാജാവിന്റെ താവഴിയിൽ പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കുടുംബം. മുത്തശ്ശ, ഞങ്ങളും അമ്പലപ്പുഴ രാജകുടുംബത്തിന്റെ താവഴിയായിട്ട് വരും. രാജകുടുംബം, ഞാൻ രാജാവാ. പിന്നെ അപ്പോ ഇനിയുള്ള തീരുമാനങ്ങൾ എങ്ങനെയാന്നൊക്കെ അറിഞ്ഞാൽ. കല്യാണത്തിന് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇപ്പോ ഏകദേശം എത്ര ആളുണ്ടാവും ഇവിടെ? ഒരു 500 പേരുണ്ടാവും അല്ലേ? അല്ല ഒരു 600 പേര് എന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു 100 പേരുണ്ടാവും. അപ്പൊ ഒരു 600 പേര് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും. ഓ, ആളുകളുടെ കാര്യത്തില് ഞങ്ങൾക്കും കുറവൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബക്കാരന് ഒരു 1000 പേരുണ്ടാവും. അതല്ലേ? എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ചിട്ട് അങ്ങോട്ട് താലി കെട്ടുക. അമ്പലത്തിൽ വേണ്ട. അതെന്താ? അല്ല, ഞങ്ങൾക്ക് കുറച്ചും കൂടി സൗകര്യമുള്ള ഒരു സ്ഥലം വേണം. ഒരു ഓഡിറ്റോറിയം മതി. അല്ല, നല്ല സൗകര്യമുള്ള അമ്പലം എടുക്കണം.